ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചുമ്മാ ഒരു എന്താ പറയുക, കുറച്ച് നേരം ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കുറേ പേര് നേരിട്ടും അല്ലാതെയും ഒക്കെ ചോദിച്ച ഒരു ഡൗട്ട്, ഞാൻ എന്തിനാ ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടണേ, അല്ലെങ്കിൽ ഈ 4 മക്കളെയും കൊണ്ട് ഇതിനൊക്കെ എവിടെ നിന്നാ എനിക്ക് സമയം. കുറേ പേർക്കൊക്കെ ഞാൻ നേരെ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ചോദിക്കണം. കുറച്ച് വീഡിയോസൊക്കെ കാണുന്ന ഇതിൽ ചോദിക്കണേന് ഇതാട്ടോ. അപ്പോൾ എൻ്റെ 3rd ഡെലിവറിയും പ്രഗ്നൻസിയും ഒക്കെ ഭയങ്കര സംഭവം തന്നെയായിരുന്നു കേട്ടോ. അത് അനുഭവിച്ച എനിക്കും അത് കണ്ട എൻ്റെ ഇക്കാക്ക്, എൻ്റെ വീട്ടുകാർക്കൊക്കെ അതറിയാം. അപ്പോൾ ട്വിൻസ് പ്രഗ്നൻസിയും കൂടെ ആകുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസും എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഞാൻ ആരോഗ്യപരമായിട്ട് ഭയങ്കര വീക്കായിരുന്നു ആ പ്രഗ്നൻസി ടൈമിൽ. കംപ്ലീറ്റ് ഒരു 8 മന്തും വൊമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് ആ ഓപ്പറേഷൻ ടേബിളിൽ വരെ വൊമിറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ബേബീസിനെ ഡോക്ടർ പുറത്തെടുത്ത്. അത്രയും സീരിയസ് വൊമിറ്റിംഗ് ആയിരുന്നു. ഒന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മൂത്ത മക്കളോടുള്ള ശ്രദ്ധ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിനെനിക്ക് ഇന്നും സങ്കടമുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ അന്നേരത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ പറ്റിയതാ. പക്ഷെ അത് മോനക്ക് അത്ര പ്രശ്നമായില്ല. അവനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് തുറന്ന് സംസാരിക്കും. മോൾ അങ്ങനെയല്ല. മോൾ എന്നോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. ഒരു മിനി വേർഷൻ ഓഫ് മീ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പെട്ടെന്ന് സങ്കടം വരും. അത്ര സങ്കടങ്ങൾ, എത്ര വിഷമങ്ങൾ വന്നാലും ആളങ്ങനെ പുറത്ത് കാണിക്കൊന്നുമില്ല. അത് അവക്കടെ ഉള്ളിൽ തന്നെ വച്ചിട്ടിരിക്കും. പിന്നെയും പറയണത് എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ മൂത്ത ബ്രദർ ഉണ്ട് കേട്ടോ, അവനെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവനോടൊക്കെയാണ് അവൾ പറയണത്. അപ്പോൾ ഈ എൻ്റെ പെട്ടെന്നുള്ള ഈ വയ്യായികയും ഈ വൊമിറ്റിങ്ങും ഒക്കെ ആൾക്കൊരു പേടി ഉണ്ടാക്കി. ദെൻ 2 ബേബീസോടെ വന്നു. സമയം ഒന്നിനും തികയാതെ വന്നു. ആൾക്കുടെ ഒരു ശ്രദ്ധ കുറഞ്ഞു വന്നതുപോലെയൊക്കെ ആൾക്ക് ഫീൽ ചെയ്തപ്പോൾ ആളൊരു ചെറിയ ഡിപ്രഷൻ സൈഡിലേക്കായി തുടങ്ങി. ദെൻ അവളെ ഒന്ന് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഈ യൂട്യൂബിൽ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ആൾക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനോ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒത്തിരി നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ വരുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതിന് എന്നെ അമ്മി കുഴപ്പം, വാപ്പി സമ്മതിച്ചൂലോ, നമ്മളല്ലേ ഇറണേ, അത് കുഴപ്പമില്ല, ഉമ്മ ഇട് എന്നെ അമ്മി പ്ലീസ് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറഞ്ഞ് അവളുടെ ഒരു മോട്ടിവേഷനാണ് കേട്ടോ ഇപ്പോൾ മെയിനായിട്ട് ഈ ചാനലിലേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ എത്തിയത്. പിന്നെ ഞാനത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു. നമുക്കിടെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിടക്കൂലോ. അപ്പോൾ നമുക്കും പിന്നീട് ഒരു സന്ദർഭത്തിൽ ഇതൊക്കെ കാണാം, മക്കളുടെ വളർച്ചയും കാര്യങ്ങളും അവർക്കും കാണാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ മോളെന്തായാലും ഹാപ്പിയായി, ഇപ്പം നല്ല സ്റ്റേബിളായി. പിന്നെ എനിക്കിതിനൊക്കെ എവിടെ നിന്നാ സമയം എന്ന് ചോദിച്ചാൽ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുമെന്ന് പറയണത് ശരിയല്ലേ, അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഓർഗനൈസേഷൻ വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനതൊക്കെ കാണാറുമുണ്ട്. എനിക്കിതിൻ്റെ അന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങോ ഒന്നും അറിയില്ല. അതൊക്കെ പതുക്കെ പഠിച്ചാണ് ഇപ്പം ഞാൻ ഇത്രയും ഒപ്പിച്ചിടണം കേട്ടോ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഒപ്പിച്ച് വയ്ക്കുന്നതാ. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു എന്താ പറയുക, മോളുടെ സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയ കാര്യം. അവൾക്ക് ഇപ്പോഴും ഭയങ്കര ഇതാണ്. അവൾ ആദ്യം സ്കൂൾ വിട്ട് വരുമ്പോൾ മമ്മീന്ന് വീഡിയോ ഇട്ടോ എന്നാട്ടോ ചോദിക്കണേ. അപ്പോൾ മക്കളുടെ സന്തോഷമല്ലേ എല്ലാവരുടെയും നമ്മുടെ ഒരു എന്താ പറയുക വലിയ സന്തോഷം എന്ന് പറയുന്നത്. എനിക്കങ്ങനെയാണ് കേട്ടോ. അവളൊന്ന് സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഭയങ്കര സങ്കടം വരും. എന്താ ആദ്യമായിട്ട് ഉമ്മ എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടിയത് ഒക്കെ അവളാണ്. ബാക്കി രണ്ടും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. പക്ഷെ ഇവളങ്ങനെയല്ല. ഞാൻ എപ്പോഴും കന്നോട് പറയും, ചോദിച്ച് മേടിച്ചതാന്ന് പറയും. ഒത്തിരി 2 വർഷം കാത്തിരുന്ന് കിട്ടിയതാ മോളെ. അപ്പോൾ അവക്കടെ ഒരു സന്തോഷം ഇതാണെങ്കിൽ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ മൂഡ് ഓണാക്കണതും ഓഫാക്കണതും ഈ മക്കൾസ് തന്നെയായിരിക്കും. ഇന്ന് എന്താണെന്നറിയില്ല, മോന് ഭയങ്കര വാശിയും കരച്ചിലും. ഇക്കാടെ അടുത്ത് ഒട്ടും ഇരിക്കണില്ല കേട്ടോ, വെറുതെ കരയോ, നിലത്തും ഇരിക്കില്ല. ഞാൻ എടുത്തുകൊണ്ട് തന്നെ വേണം അവനെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു പ്ലാൻ ഇട്ടു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്കൊന്ന് കറണ്ട് പോയി. അപ്പോൾ മക്കൾസിന് സ്കൂളിലായിട്ട് ഒത്തിരി പഠിക്കാനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരതും കൊണ്ടുവരണ്ട കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എന്താ, ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ
എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പം ആർക്കേൽക്കൊക്കെ അങ്ങനെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തുടങ്ങിക്കോട്ടെ. നമ്മൾ സമയമൊക്കെ തന്നെ അങ്ങ് ഉണ്ടായിക്കോളുന്നേ. നമുക്കതിനോടൊരു താല്പര്യവും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായാൽ മതി. പിന്നെ പെർഫെക്ഷനൊന്നും ആദ്യം ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്കതിൽ എക്സ്പീരിയൻസ് ഇല്ല, നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ചെയ്ത് നോക്കിയല്ലേ. അപ്പം ചെയ്തല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കണേ. പിന്നെ നമുക്കൊരു എന്നെ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും. അയ്യോ എൻ്റെ വീട് ചെറുതാണ്, അല്ലെങ്കിൽ ഇത്ര ഉള്ളൂ, എൻ്റെ ഫോൺ അത്ര നല്ലതല്ല, അങ്ങനെയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമോ എന്നൊക്കെ. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ എടുക്കുക, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇടുക, അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ സമയവും സന്ദർഭമൊക്കെ നിങ്ങൾക്കിപ്പോൾ ഏകദേശം 2-3 വീഡിയോസിൽ മനസ്സിലായി കാണൂലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.